ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ AFന്റെ പാർട്ട് 4 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ഡെൻഡെയാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ എർത്തിന്റെ ഗാർഡിയൻ ആണ് നമ്മുടെ ഡെൻഡെ. പുള്ളിക്കാരനാണെങ്കിൽ ഇവരുടെ ഫൈറ്റ് ഒക്കെ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗോഹാൻ സൂപ്പർ സൈൻ 5-ൽ മാറിയതിനു ശേഷം എർത്ത് മുഴുവൻ വിറക്കാൻ തുടങ്ങുകയാണ്. ഐസയെ എന്തായാലും ഗോഹാനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇപ്പോൾ ഡ്രാഗൺ ബോൾസ് യൂസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പാനിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗോഹാനെയാണ് കാണിക്കുന്നത്. ഗോഹാനാണെങ്കിൽ സൂപ്പർ സൈൻ 5-ൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ വെജീറ്റ തന്നെ പറയും, ഇത്ര നാൾ ഇവന്റെ ഈ ഒരു പവർ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെച്ചത് എന്ന രീതിയിൽ നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോഹാൻ ഐസിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഐസിയെ എടുത്ത് അടിക്കാൻ തുടങ്ങുന്നത്. ഫാൻ മരിച്ച ആ ഒരു സംഭവം പിന്നെയും ഓർത്ത് ഗോഹാൻ പിന്നെയും സ്ക്രീം ചെയ്യാൻ തുടങ്ങുന്നു. ഗോഹാൻ സ്ക്രീം ചെയ്യുന്ന സമയത്ത് തന്നെ എർത്തിന്റെ പല ഭാഗത്തും എർത്ത് ക്യൂക്ക് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നു. അതായത് പല സ്ഥലത്തും അവിടെ ഉണ്ടായ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിയാൻ തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ സുപ്രീം ഗായുടെ പ്ലാനറ്റിൽ നിന്നും നമ്മുടെ സുപ്രീം ഗായ് ഓൾഡ് ഗായോട് ഇത് എന്താണ് സംഭവിക്കുന്നത്, ഗോഹാൻ എന്ത് പറ്റിയെന്ന രീതിയിൽ നോക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഓൾഡ് ഗായ് പറയും, ഇത് എന്താണെന്ന് കറക്റ്റ് അറിയില്ല, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഗോഹാന്റെ ആ ഒരു ദേഷ്യത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഗോഹാൻ മാറി. ഇതാണ് യഥാർത്ഥത്തിൽ ഗോഹാന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ. ഇതിന്റെ പേരാണ് സൂപ്പർ സൈൻ 5. ഇത് കേൾക്കുന്ന സുപ്രീം ഗായ് എന്ത് സൂപ്പർ സൈൻ 5 എന്ന് പറഞ്ഞ് ഷോക്ക് ആകുന്നു. അതെ, പക്ഷെ ഗോഹാൻ ഇത് വിചാരിച്ച് സൂപ്പർ സൈൻ 5-ലേക്ക് മാറിയതല്ല. തന്റെ ദേഷ്യവും മുഴുവൻ പുറത്തെടുത്ത് അതുപോലെ തന്നെ പാനും മരിച്ചത് കൊണ്ട് തന്നെ എല്ലാം കൂടി ആയപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ അവൈക്കൺ ചെയ്താണ് ഈ ഒരു ഫോമിലേക്ക് ഗോഹാൻ മാറിയത്. അപ്പോഴേക്കും സുപ്രീം ഗായ് പറയുന്നു, ഓ എന്നാൽ പിന്നെ ഗോഹാൻ ഇവന്റെ കാര്യം വേഗം തന്നെ തീർത്തോളൂ. അപ്പോഴേക്കും നമ്മുടെ ഓൾഡ് ഗായ് പറയും, ഏതായാലും നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞ് ഇവരുടെ ഫൈറ്റ് നോക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഐസയാണ് കാണിക്കുന്നത്. ഐസയാണെങ്കിൽ ഇവിടെ ഷോക്ക് ആയിട്ടാണ് ഉള്ളത്. ഇതാരടാ ഇവൻ, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ ഫേസ് ചെയ്തിട്ടില്ല. ഇവന്റെ പവർ വെച്ച് നോക്കുമ്പോൾ എന്റെ പവർ അവന്റെ അടുത്ത് പോലും വരുന്നില്ലല്ലോ. ഇങ്ങനെ പോയാൽ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി നമ്മുടെ ഐസയാണെങ്കിൽ ഈ ഒരു പ്ലാനറ്റ് തന്നെ ഡിസ്ട്രോയ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഇത് കേട്ട് നമ്മുടെ ഗോട്ടങ്സും വെജിറ്റയും ഷോക്ക് ആകുന്നു. അങ്ങനെ നമ്മുടെ ഐസയാണെങ്കിൽ ഒരു വലിയ ജൈജാന്റിക് ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പിന്നെയും നമ്മുടെ ഗോഹാനെ കാണിക്കുമ്പോൾ തന്റെ മകളെ കൊന്ന ആ ഒരു ദേഷ്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ ഐസെ കറക്റ്റായി ഗോഹാന്റെ നേരത്ത് ആ ഒരു ബ്ലാസ്റ്റ് വിടും. അപ്പോൾ തന്നെ നമ്മുടെ വെജിറ്റയും ഗോട്ടങ്സ് ഇവിടെ നിന്ന് ദൂരേക്ക് മാറി നിൽക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഗോഹാൻ പതിയെ കാമേഹാമേഹ യൂസ് ചെയ്ത് നമ്മുടെ ഐസിയുടെ നേരെ വിടുന്നു. ഈ ഒരു കാമേഹാമേഹ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ലെവലിലുള്ള കാമേഹാമേഹയാണ്. ആ ഒരു കാമേഹാമേഹ നമ്മുടെ ഐസയ്ക്ക് കൊള്ളുകയും ഐസയെ തെറിച്ച് ഔട്ടർ സ്പേസിൽ പോയി അവിടെ നിന്ന് വാനിഷ് ആയി പോവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഫ്രീസയുടെ മകനായിട്ടുള്ള ഐസയും ഇവിടെ മരിക്കുന്നു. അങ്ങനെ ഗോഹാനും പതിയെ ബേസ് ഫോമിലേക്ക് മാറുന്നു. എർത്ത് ഇപ്പോൾ പഴയതുപോലെ ശാന്തമായെങ്കിലും ഗോഹാൻ ഇപ്പോഴും തന്റെ മകൾ മരിച്ചുപോയ ആ ഒരു ദുഃഖത്തിലാണ് ഉള്ളത്. നമ്മുടെ ആഫ്റ്റർ ലൈഫിൽ നിന്നും ഫ്രീസയും പിക്കലോയും ഇതൊക്കെ കാണുന്നുണ്ടാകും. ഓക്കെ, GT കാണാത്തവർക്ക് ഒരു കാര്യം കൂടി പറയാം. ഡ്രാഗൺ ബോൾ GTയിൽ നമ്മുടെ പിക്കലോ മരിക്കുന്നുണ്ട്. പിക്കലോ ഇപ്പോൾ എർത്തിലില്ല. പല ആൾക്കാർക്കും ഇതറിയാം, പിന്നീട് GT കാണാത്തവരുണ്ടെങ്കിലും എന്ന് വെച്ചാണ് ഞാൻ ഇത് പറഞ്ഞത്. പിക്കലോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗോഹാന്റെ അതേ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എർത്ത് പഴയതുപോലെ സമാധാനമായി, എന്നാലും പാൻ മരിച്ചത് കൊണ്ട് തനിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ നമുക്ക് ഫ്രീസയെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും സയൻസിന്റെ രീതിയിൽ തന്റെ വംശം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ ഫ്രീസയും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോർഡനും ട്രങ്ക്സും ആണെങ്കിൽ പാനിനെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡെന്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്നും പറയുന്നു. അതായത് നമ്മുടെ ഊബൊക്കെ നല്ല രീതിയിൽ അടിവാങ്ങി വീക്ക് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇതേ സമയം നമ്മുടെ കിങ്കായുടെ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. കിങ്കായ ആണെങ്കിൽ ഓ ഇത് അവസാനം ഒന്ന് തീർന്നല്ലോ എന്ന രീതിയിൽ നോക്കും. ഇനി അടുത്തത് എന്താണോ നടക്കുന്നത് എന്ന രീതിയിലും ആലോചിക്കുന്നുണ്ട്. അത് കൂടാതെ ഇനിയൊരു വലിയ സംഭവം നടക്കും എന്ന രീതിയിൽ നമ്മുടെ കിങ്കായി ഓരോന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജി ഫൈറ്റേഴ്സ് എല്ലാവരും കാമയുടെ പ്ലേസിൽ എത്തുന്നു. ഇവിടെ ഡെൻഡെ ആണെങ്കിൽ ഊബിനെ പതിയെ ഹീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ റിക്കവർ ആയ ഊബ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന രീതിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോഹാൻ ഐസയെ ഡിഫീറ്റ് ചെയ്തതും പാൻ മരിച്ച വിവരങ്ങളൊക്കെ നമ്മുടെ ഊബും അറിയുന്നു. അതേസമയം നമ്മുടെ ഗോഹാൻ ഡെൻഡെയോട് ചോദിക്കും, അപ്പോൾ ശരിക്കും ഇപ്പോൾ കയ്യിലുള്ള ഈ ഒരു ഡ്രാഗൺ ബോൾ യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് കേട്ട് ഈ ഒരു ഡ്രാഗൺ ബോൾസ് ഉണ്ട്, എന്നാൽ അത് ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന രീതിയിലും പറയുന്നു. അപ്പോഴാണ് ഇവർ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് ഗായ് ആണ്. അങ്ങനെ നമ്മുടെ ഓൾഡ് ഗായ് ഇവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഗോഹാൻ, നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷെ നിലവിൽ ഈ ഒരു ഡ്രാഗൺ ബോൾസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ തന്നെ ഗോഹാൻ ചോദിക്കും, ഇപ്പോൾ നടക്കുകയില്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് ഈ ഒരു ഡ്രാഗൺ ബോൾ യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഓൾഡ് ഗായ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായി പറഞ്ഞു തരാമെന്നും പറയുന്നു. അതിന് 3 വർഷം പുറകിലോട്ട് പോകണം. അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ GTയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ ഷെൻറോൺ വേഴ്സസ് ഗോക്കു എന്ന ഫൈറ്റിൽ നമ്മുടെ ഗോക്കു ഇവിടെ മരിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അങ്ങനെ ഗോകു മരിച്ച ഉടൻ തന്നെ ഗോകുവിന്റെ ആത്മാവ് നമ്മുടെ ഷെൻറോണിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഷെൻറോൺ പറയും, ഗോകു നിന്നെ എനിക്ക് സഹായിക്കാൻ സാധിക്കും, പക്ഷെ ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്, അത് നീ ചെയ്തു തരണമെന്ന് പറയുന്നു. അപ്പോഴേക്കും ഗോകു പറയും, നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുന്നു. ഗോകു നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് നീ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന രീതിയിലാണ് ആദ്യം പറയുന്നത്. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പോൾ ഓൾറെഡി മരിച്ചിട്ടാണ് ഉള്ളത്, ഞാൻ നിനക്ക് ഇപ്പോൾ ജീവൻ തരാം, നീ ആ ഒരു ഒമേഗ ഷെൻറോണിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം നിന്റെ ബോഡി എനിക്ക് തരണം. അങ്ങനെ ഗോകു ആണെങ്കിലും ഇത് സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവസാനം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗോകു ഒമേഗ ഷെൻറോണിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോകു ആണെങ്കിൽ ആ ഒരു ഡ്രാഗൺ ബോൾസിന്റെ ഉള്ളിൽ സീൽ ചെയ്യപ്പെടും. അതായത് ഇപ്പോൾ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡ്രാഗൺ ബോൾസിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഈ ഒരു ഡ്രാഗൺ ബോൾസിന്റെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട്. അവരുടെ കൂടെ ഇപ്പോഴും ഗോകു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ഡ്രാഗൺ ബോളിന്റെ ഉള്ളിലെ നെഗറ്റീവ് എനർജി പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെയും അതിന്റെ ഉള്ളിൽ നിന്ന് ഗോകു അതൊക്കെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ GT കാണാത്തവർക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഇപ്പോൾ കാണിച്ചു തന്ന ഈ ഒരു ഡ്രാഗൺ ബോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് സ്റ്റാർ ഡ്രാഗൺ ബോൾസ് ആണ്. ഈ ഒരു ഡ്രാഗൺ ബോൾസിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. അതായത് പൊതുവെ ഉള്ള ഈ ഒരു ഡ്രാഗൺ ബോൾസ് വെച്ച് വിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൽഫിഷ് ആയിട്ടുള്ള, അതായത് മരിച്ച ആൾക്കാരൊക്കെ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു ഡ്രാഗൺ ബോൾസിന്റെ ഉള്ളിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി വരാൻ തുടങ്ങുന്നു. അങ്ങനെ അത് കൂടി ബ്ലാക്ക് സ്റ്റാർ ഡ്രാഗൺ ബോൾ ആയി മാറുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഒമേഗ ഷെൻറോൺ ഒക്കെ ഇല്ലേ, ആ ഒരു ക്യാരക്ടറൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഇനിയും അതുപോലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആ ഒരു ഡ്രാഗൺ ബോൾസിന്റെ ഉള്ളിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗോകു അവരെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തായാലും ഡ്രാഗൺ ബോൾ GTയുടെ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഇനി സ്റ്റോറിയിലേക്ക് വരാം. ഈ ഒരു സമയമാണ് നമ്മുടെ ഡെന്റ് ചോദിക്കുന്നത്, ഈ ഒരു ഡ്രാഗൺ ബോൾസ് യൂസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു നാമക്കൻസിന്റെ ഡ്രാഗൺ ബോൾസ് വെച്ച് വിഷ് ചെയ്താലോ എന്ന് പറയുമ്പോൾ ഇവിടെയും നമ്മുടെ ഓൾഡ് ഗായ് പറയുന്നത്, ആ ഒരു നാമക്കൻസിന്റെ ഡ്രാഗൺ ബോൾസിൽ നിന്ന് വരുന്ന ആ ഒരു ഡ്രാഗൺ ഇല്ലേ പൊറുങ്ക, അതിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതാണ്. അതായത് ഷെൻറോണിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ആണ് നമ്മുടെ പൊറുങ്ക. അങ്ങനെ അതും ഇവർക്ക് നടക്കുകയില്ല. അപ്പോഴാണ് ട്രങ്ക്സ് പറയുന്നത്, ഇൻ കേസ് ഈ ഒരു ഡ്രാഗൺ ബോൾ വെച്ച് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് എനർജി ഒക്കെ വന്നു കഴിഞ്ഞാലും ഗോഹാൻ ഇപ്പോൾ സൂപ്പർ സൈൻ 5 മാറിയില്ലേ, ഐസിയെ വരെ ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി ഒക്കെ ഈസി ആയിട്ട് നമ്മുടെ ഗോഹാനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ലേ എന്നും ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഓൾഡ് ഗായ് പറയുന്നത്, ഗോഹാൻ ഇപ്പോൾ സൂപ്പർ സൈൻ 5 മാറാൻ സാധിക്കുകയില്ല. അതായത് നമ്മുടെ ഫൈറ്റിൽ കണ്ട ഗോഹാൻ വിചാരിച്ചിട്ട് സൂപ്പർ സൈൻ 5 മാറിയതല്ല. പാൻ മരിച്ചതിന് ശേഷം തന്റെ ആ ഒരു പൊട്ടൻഷ്യൽ മുഴുവനായും പുറത്തു വന്ന് ട്രിഗർ ആയാണ് ആ ഒരു സൂപ്പർ സൈൻ 5 മാറിയത്. ഇപ്പോൾ ഗോഹാന് സൂപ്പർ സൈൻ 5 മാറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ എന്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട് എന്നും നമ്മുടെ ഓൾഡ് ഗായ് പറയുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓൾഡ് ഗായ് ഗോഹാനെ വെജിറ്റയും ട്രെയിനിങ് ചെയ്യിപ്പിക്കും. അങ്ങനെ തന്റെ ബെസ്റ്റ് കൊടുത്ത് ഇവരെ രണ്ടുപേരെയും സൂപ്പർ സൈൻ 5 മാറ്റിയെടുക്കണം. അതിനുശേഷം വിഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നെഗറ്റീവ് എനർജി വരുന്ന സമയം അവർ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലൊക്കെ ഇവർ പ്ലാൻ ചെയ്യുകയാണ്. ഈ ഒരു ഡ്രാഗൺ ബോൾ വിഷ് ചെയ്ത സമയത്ത് നമുക്ക് പാനിനെയും കൊണ്ടുവരാം, അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ സീലായിട്ടുള്ള ഗോകുനെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഗോഹാനും വെജിറ്റയും ഇതിന് സമ്മതിക്കുന്നു. ഈ സമയം നമ്മുടെ വെജിറ്റയ്ക്കാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഗോകു തന്നെയാണ് അവസാനം എല്ലാവരെയും ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ തന്നെ ട്രെയിനിങ് ചെയ്യാമെന്ന് നമ്മുടെ ഓൾഡ് ഗായിയോട് പറയുന്നു. അങ്ങനെ നമ്മുടെ സുപ്രീം ഗായ് എർത്തിൽ വന്ന് വെജിറ്റയും കൂട്ടി ആ ഒരു സുപ്രീം ഗായുടെ പ്ലാന്റിലേക്ക് പോകുന്നു. ഈ സമയം നമ്മുടെ ഗോഹാനും സീ ഫൈറ്റേഴ്സും ആ ഒരു കാമയുടെ പ്ലേസിൽ നിന്നും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതോടുകൂടി ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.